5 മണ്ഡലങ്ങളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. അതിൽ 3 LDF, 2 UDF എന്നുള്ളതാണ് കുറേ കാലമായിട്ടുള്ള പരമ്പരാഗതമായ നില. സാരംഗ് വിവരങ്ങളുമായിട്ടുണ്ട്. സാരംഗ്, കാസർഗോഡിനെ സംബന്ധിച്ച് വലിയ ചോദ്യങ്ങളുണ്ട്. ഒന്ന്, മഞ്ചേശ്വരത്ത് നിന്ന് BJPക്ക് ജയിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. 2, കഴിഞ്ഞ തവണ ജയിച്ച 2 സീറ്റുകൾക്കപ്പുറത്ത് ഏതെങ്കിലും ഒരു സീറ്റ് കാഞ്ഞങ്ങാടോ ഉദുമയോ തൃക്കരിപ്പൂരോ ഇതിലേതെങ്കിലും ഒന്ന് UDFന് ജയിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. എന്താണ് ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ നില, സ്റ്റാറ്റസ് കോ തുടരാനാണോ കൂടുതൽ സാധ്യത? അഭിലാഷ്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ തീരുമാനിക്കുന്നത് ചന്ദ്രഗിരി പുഴയാണെന്ന് ഒരുപക്ഷെ പറയേണ്ടി വരും. കാരണം ചന്ദ്രഗിരി പുഴയ്ക്ക് ഇപ്പുറം ഒരു രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ ചന്ദ്രഗിരി പുഴയ്ക്ക് അപ്പുറത്തേക്ക് എത്തുമ്പോൾ മറ്റൊരു രാഷ്ട്രീയത്തിന് വലിയൊരു പ്രാധാന്യം കിട്ടുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ മുൻകാലങ്ങളിലെല്ലാം തന്നെ കണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു മത്സരഫലം എന്നത് മഞ്ചേശ്വരത്തെ സംബന്ധിച്ച് തന്നെയാണ്. കാരണം എല്ലായ്പ്പോഴും അത് UDFന് അനുകൂലമായി വരുന്ന കാഴ്ചയാണ് നമുക്ക് അടുത്ത കാലങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പിലടക്കം കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ BJP എപ്പോഴും 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ പല തെരഞ്ഞെടുപ്പുകളിലും കേവലം 89 വോട്ടിനും 842 വോട്ടിനും പോലും പരാജയപ്പെടുന്ന കാഴ്ചയുണ്ടാകുന്നു. സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ വീടാന്തരം കയറി ഇറങ്ങി കോർണർ മീറ്റിങ്ങുകൾ വിളിച്ച് അത്തരത്തിലുള്ള ക്യാമ്പയിനുകളൊക്കെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. അതേസമയം തന്നെ LDF അവരെ കൊണ്ട് നിർത്താൻ കഴിയുന്ന ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കി. BJP വോട്ട് ബാങ്കുകളായിട്ടുള്ള തുള്ളു കന്നഡ ബെൽറ്റിനകത്ത് കൃത്യമായ ഒരു വോട്ട് കട്ടിംഗ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുന്ന കാഴ്ച തന്നെയാണ്. അവിടെ എന്തായാലും പ്രധാനമായും മത്സരം നടക്കുന്നത് UDFും NDAയും തമ്മിലാണ്. അതിലൊരു എഡ്ജ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുള്ളത് അത് UDFന് തന്നെയാണ്. മാത്രമല്ല AK മഷറഫിനെ സംബന്ധിച്ച് ജനകീയനാണ്. ശിരൂരിലും മറ്റ് പലയിടങ്ങളിലായി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, അതോടൊപ്പം തന്നെ കുമ്പള ടോൾ പ്ലാസ സമരമൊക്കെ തന്നെ ജനങ്ങൾ കണ്ടതാണ്. അത്തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സുരേന്ദ്രനെ സംബന്ധിച്ചാണെങ്കിൽ അവർ മുൻകാലങ്ങളിലൊക്കെ തന്നെ നടത്തിയിരുന്ന രാഷ്ട്രീയ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ മാറ്റം വരുത്തി കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രചരണമാണ് കാണാൻ സാധിക്കുന്നത്. കാസർകോട്ടേക്ക് എത്തുമ്പോഴും ഏറെ രസകരമായ ഒരു കാഴ്ച. പലപ്പോഴും മുസ്ലിം ലീഗിനെ വൺ സൈഡായി പോകുന്ന ഒരു മത്സരം നടക്കുന്ന മണ്ഡലത്തിനകത്ത് ഇത്തവണ കൃത്യമായൊരു ത്രികോണ മത്സരം നടക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് തന്നെയാണ് ഈ രീതിയിലൂടെ കലക്ടർ മൈനാജി ഇവിടെ മത്സര രംഗത്തേക്ക് എത്തുന്ന സമയത്ത് NDAക്കായി ML അശ്വിനി എത്തുന്നു. തീർത്തും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി LDFനായി ഷാനവാസ് പാദൂർ എന്ന മുൻ കോൺഗ്രസ് നേതാവിനെ ഈ രീതിയിൽ LDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയായി രംഗത്തിറക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഈ രീതിയിലുള്ള പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ തന്നെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കാണുന്ന സമയത്ത് LDFന് മുൻകാലങ്ങളൊക്കെ തന്നെ 10,000 - 20,000 മാത്രം വോട്ട് ലഭിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി കൂടുതൽ യുവാക്കളൊക്കെ തന്നെ LDFൻ്റെ കൂടെ അണിചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേസമയം തന്നെ അത് ഒരു പക്ഷേ UDFന് ഭീഷണിയായി മാറുമോ എന്നുള്ള കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണക്കുകൾ ഇനി വരേണ്ടതായുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ UDF വോട്ടുകൾ LDF പിടിച്ചെടുക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ NDAക്ക് ഗുണകരമാകുമെന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഈ മണ്ഡലത്തിനകത്തുള്ളത്. അതിന് കഴിഞ്ഞ് ചന്ദ്രഗിരി പുഴ കടന്ന് അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഉദുമയിലും കാഞ്ഞങ്ങാടും എത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴും നിലവിൽ LDFന് തന്നെയാണ് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ എഡ്ജ് ഉള്ളത്. മാത്രമല്ല അത് ഉദുമ മണ്ഡലത്തിൽ എത്തുകയാണെങ്കിൽ UDFനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു. അതിപ്പോഴും തുടർന്ന് പോവുകയാണ്. മാത്രമല്ല BJPക്ക് 1-2 രാഷ്ട്രീയമായുള്ള കൃത്യമായ പോക്കറ്റുകളുണ്ട് എന്നതിന് ഉപരിയായി ഈ വലിയൊരു മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ കാസർഗോഡും മഞ്ചേശ്വരവുമാണ്. അതേസമയം തന്നെ മറ്റു മണ്ഡലങ്ങളിലും ഫൈറ്റ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫലശ്രുതി നമ്മൾ 4-ാം തീയതി, മെയ് 4-ാം തീയതിയാണ് അറിയുക.